പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത്. സോളാറിനെ പറ്റി പറയാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിവുകൾ കുറവായിട്ടോ അല്ല നിങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത്. സാങ്കേതികമായ ചില കാരണങ്ങളാണ്. പ്രവർത്തന മേഖലയിൽ അല്പം തിരക്കായി പോയതിനാലാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യുവാൻ സാധിക്കാതെ പോയത്. സോളാർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സോളാർ ഉപഭോക്താക്കൾ സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഉപഭോക്താക്കളും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ആകുലതയുടെ നിമിഷങ്ങളിൽ കൂടെ കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം സോളാറിൻ്റെ വില കുറയ്ക്കുന്നു, കൂട്ടുന്നു. സോളാർ സംബന്ധമായ ധാരാളം കാര്യങ്ങൾ റൂമറുകളായിട്ട് എല്ലാ ഉപഭോക്താക്കളുടെ ഇടയിൽ വന്നിരുന്നു. അവസാനം റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഒരു മീറ്റിങ്ങിൽ സോളാർ ഉപഭോക്താക്കൾ ശക്തമായി പ്രതികരിച്ചതിൻ്റെ ഫലമായി, വീണ്ടും എടുത്തു പറയുന്നു, റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഒരു മീറ്റിങ്ങിൽ സോളാർ ഉപഭോക്താക്കൾ സംഘടിതമായി അതിനെ ശക്തമായി പ്രതികരിച്ചപ്പോൾ സോളാറിൻ്റെ വില കുറവ് ഉണ്ടാകേണ്ടതിന് പകരം അതിന് ചെറിയ രീതിയിൽ വിലവർധന ഉണ്ടായെന്ന് മാത്രമല്ല, സോളാർ മേഖലയിൽ നമുക്ക് സംഭവിക്കാവുന്ന പല കാര്യങ്ങൾക്കും ഒരു തടയിടുവാൻ അന്നത്തെ ഉപഭോക്താക്കളുടെ ആ പ്രതികരണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, KSEBയുടെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന മീറ്റിങ്ങുകൾ നമ്മൾ അലഭാവം കാണിക്കാതെ ശരിയായ രീതിയിൽ പ്രതികരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആശങ്കകൾ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കുവാനും സ്വേച്ഛാധിപത്യപരമായി KSEB നടത്തുന്ന അങ്ങനെയുള്ള നീക്കങ്ങളെ തടയുവാനും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ മീറ്റിങ്ങിൽ ശ്രോതാക്കൾ അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നുമുണ്ടായ ഒരു പ്രതികരണം. അതുപോലെ തന്നെ ഇപ്രാവശ്യം വൈദ്യുതി വിലവർധനവ് സംബന്ധിച്ച് KSEB റെഗുലേറ്ററി കമ്മീഷൻ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അത് മറ്റ് പല വീഡിയോകൾ കൂടിയും പൊതു മാധ്യമങ്ങളിൽ ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് KSEBയുടെ കറണ്ട് ചാർജ് വിലവർധനവിനെ സംബന്ധിച്ചുള്ള ഒരു മീറ്റിംഗാണ്. അതുകൊണ്ട് പ്രാരംഭമായി തന്നെ പറയട്ടെ, ഞാൻ ഇതോടൊപ്പം ചേർക്കുന്ന ഈ അഡ്രസ്സുകളിലാണ് ആ മീറ്റിങ്ങുകൾ നടക്കുന്നത്. ആ തീയതികളിൽ ആ സ്ഥലത്ത് പോകുവാനും നിങ്ങളുടെ ആശങ്കകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കുവാനും നിങ്ങളാരും ഒരു വിമുഖതയും കാട്ടരുത്. എല്ലാവർക്കും തിരക്കുള്ള ജീവിതമാണ് എല്ലാവരുടെയും. അതിന് പോകാൻ സമയമില്ല എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിലും കൃത്യസമയങ്ങളിൽ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലവും നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരും. ഇനിയും സോളാർ ഓൺ ഗ്രിഡ് സ്ഥാപിച്ചിട്ടുള്ള ഉപഭോക്താക്കളോട്, നിങ്ങൾ മാർക്കറ്റിൽ കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ കേൾക്കുന്ന പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായി ഒരു കാര്യവും കാണത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യതയോടുകൂടി നമ്മൾ ഒരു കാര്യം കണക്ക് കൂട്ടി, സോളാർ ഇൻസ്റ്റലേഷൻ നമുക്ക് ആവശ്യമായ വൈദ്യുതി എത്രയാണ്, നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ വൈദ്യുതി ചാർജ് എത്രയാണ്, നമ്മൾ KSEBക്ക് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും, ഇങ്ങനെയുള്ള വിശകലനം ചെയ്ത് അതിനെ ആനുപാതികമായി ഒരു ഏറ്റക്കുറച്ചിലുകൾ വന്നാലും നമുക്ക് നഷ്ടമാകാത്ത രീതിയിൽ നമ്മൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമുക്കൊരു നഷ്ടമാവുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പം നമുക്ക് ഒരു ദിവസം 5 കിലോ വാട്ട് ലോഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു 5 കിലോ വാട്ട് ലോഡാണ് ആവശ്യം എന്നിരിക്കെ നമ്മൾ 5 കിലോ വാട്ടിൻ്റെ ഒരു ഇൻവേർട്ടർ സ്ഥാപിച്ചാൽ ഒരിക്കലും ഈ വരുന്ന KSEBകളുടെ ഈ ഏറ്റക്കുറച്ചിലുകൾ വിലയിൽ വരുത്തുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലാഭം അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം നമുക്ക് അതിൽ നിന്ന് ലഭിച്ചു എന്ന് വരില്ല. പക്ഷെങ്കിൽ 5 കിലോ വാട്ടാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മളതൊരു 8 കിലോ വാട്ടോ 9 കിലോ വാട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് സ്ഥാപിക്കുകയാണെങ്കിൽ എത്രമാത്രം വേരിയേഷനുകൾ വന്നാലും നമ്മൾ മുടക്കിയ മുതൽ ആ മൂലധനം നമുക്കൊരിക്കലും നഷ്ടമാകാതെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാട്ടിലും നമുക്കത് ലാഭമാകും എന്നുള്ള കാര്യത്തിനും ആർക്കും ഒരു സംശയവും വേണം. പക്ഷേ നമ്മുടെ മലയാളി സമൂഹത്തിന് പൊതുവേ ഉള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ
ഇൻവേർട്ടർ ഇപ്പം സാധാരണ ഇപ്പോൾ ഓഫ് ഗ്രിഡുകൾ ഇൻവേർട്ടറുകൾ വാങ്ങിക്കുന്നത്, എക്സാമ്പിളായിട്ട് വാങ്ങിക്കുന്നത് ഇപ്പോൾ 1 കിലോ വാട്ട് 2 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറുകൾ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറാണെങ്കിലും മാർക്കറ്റിൽ അവർ ഏറ്റവും വിലക്കുറവുള്ള പ്രോഡക്റ്റ് ഏതാണ് എന്നാണ് അവർ സെർച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള പല കമ്പനികളുടെയും ഇൻവേർട്ടറുകൾ നമുക്കിന്ന് ലഭ്യമാണ്. ഇപ്പം 2.5 ഉള്ള 2 ബാറ്ററി ബാക്കപ്പോട് കൂടിയ ഒരു ഇൻവേർട്ടർ സിസ്റ്റം നമ്മൾ മാർക്കറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16,000 രൂപ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് ആ ഇൻവേർട്ടറുകൾ. അതിനുള്ളിലെ ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ ആരും വിശകലനം ചെയ്യാറില്ല, അതിൻ്റെ വില മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതേസമയം ഞാൻ കൊടുക്കുന്ന ഒരു ബ്രാൻഡായ ആശാ പവർ അതേ സെയിം പ്രോഡക്റ്റിന് 33,500 രൂപയാണ് ആ ഒരു ഇൻവേർട്ടറിന് മാത്രം, ഒരു PCക്ക് മാത്രമായിട്ട് നമുക്ക് വില വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒരു DP പ്രൈസാണ് പറഞ്ഞത്. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പം 10,000, 2,500, 3,000 രൂപ ഒരു കൂടുതൽ വാങ്ങിച്ചേക്കാം. എങ്കിലും DP പ്രൈസ് 33,500 അതിന് വരുന്നത്. ഇത്രയും വില വേരിയേഷൻ വരുവാൻ കാരണം എന്താണ്? ഞാൻ പണ്ടുള്ള പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗിക്കുന്ന ആ ഘടകങ്ങളുടെ പ്രത്യേകതയാണ് അതിൻ്റെ ഈ വില വേരിയേഷന് കാരണമായിട്ട് വരുന്നത്. സാധാരണ നമ്മുടെ ഇൻവേർട്ടറുകൾക്കുള്ളിലെ ബോർഡുകളെല്ലാം ഒരു ഇൻബിൽഡ് ബോർഡുകളായിരിക്കും. കാര്യം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ആ ബോർഡ് മാറുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് അതിന് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെങ്കിൽ ആശാ പവർ പോലെയുള്ള ഒരു ഇൻവേർട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ ബോർഡുകൾ നമുക്ക് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ബോർഡുകളിലെ ഓരോ പാർട്ടുകളും നമുക്ക് പുനഃസ്ഥാപിക്കാൻ, അത് മാറ്റി പുതിയ പാർട്ടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതാണ് ആ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻബിൽഡ് ബോർഡുകളല്ല ഇങ്ങനെയുള്ള വില കൂടിയ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ ബ്രാൻഡുകളിൽ ഉപയോഗിക്കുന്നത്. ഇൻബിൽഡ് ബോർഡുകൾ കമ്പ്യൂട്ടർ അത് വളരെ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ, ഇൻബിൽഡ് ബോർഡുകൾക്ക് അതിൻ്റെ ഗുണമുണ്ട്. പക്ഷെങ്കിൽ അത് ക്രമേണ എന്ന് പറഞ്ഞാൽ 1, 2, 3, 5 ഇപ്പം 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷം വാറണ്ടികളായിരിക്കും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുക. അത് ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് കേടായാൽ എന്തെങ്കിലും അപ്പം വാറണ്ടി പീരീഡ് കഴിഞ്ഞ് അതിന് കേട് വന്നാൽ അതിൻ്റെ ഏകദേശം എന്ന് പറഞ്ഞാൽ 8,000, 10,000 രൂപ വരെ ആയിരിക്കാം അതിൻ്റെ ഒരു ബോർഡിന്. നമ്മൾ അതിനൊരു കേട് വന്നാൽ അതിനെ റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബോർഡ് മാറ്റി സ്ഥാപിക്കുക എന്നാണ് അതിനർത്ഥം. കാര്യം അതിൻ്റെ അകത്ത് യാതൊരു വിധമായ റിപ്പയറിങ്ങുകളും സാധ്യമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പക്ഷേ ആശാ പവർ പോലുള്ള ഒരു കമ്പനിയുടെ ബോർഡുകളാണെങ്കിൽ നമുക്കതിലെ ഓരോ പാർട്ടുകളും നമുക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരു ടെക്നീഷ്യന് സിമ്പിളായിട്ട് മാറി സ്ഥാപിക്കാൻ പറ്റും, ആ കമ്പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ്. സാധാരണഗതിയായി 95% ഇൻവേർട്ടറുകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം ട്രാൻസ്ഫോമറുകളാണ്. അതേസമയം ആശാ പവറിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ, ആശാ പവർ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ആശാ പവർ എടുത്ത് ഞാൻ പറയുന്നത്. ആശാ പവർ ഉപയോഗിക്കുന്ന ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് CRD പ്യുവർ കോപ്പർ ട്രാൻസ്ഫോമറുകളാണ്. അപ്പോൾ ഒരു അലൂമിനിയം ട്രാൻസ്ഫോമറിനും ഒരു കോപ്പർ ട്രാൻസ്ഫോമറിനും എത്രമാത്രം വില വ്യത്യാസം വരും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മാർക്കറ്റിൽ തിരക്കുക. കോപ്പറിൻ്റെ വില എന്താണ്, അലൂമിനിയത്തിൻ്റെ വില എന്താണ്, ഒരു CRD ട്രാൻസ്ഫോമറിന് എന്താണ് വില വരുന്നത്, അതുപോലെ ഒരു അലൂമിനിയം ട്രാൻസ്ഫോമറിന് എന്തായിരിക്കും വില വരുന്നത്. ആ ഒരു വിലയിൽ വരുന്ന വ്യത്യാസമാണ് ആ ഇൻവേർട്ടറുകളുടെ വിലയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻവേർട്ടർ വാങ്ങി സ്ഥാപിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ഗുണമേന്മയെപ്പറ്റി ബോധവാന്മാരായിരിക്കും. ഒരു ഇൻവേർട്ടർ വാങ്ങി സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഗുണമേന്മയെപ്പറ്റി നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ 10,000, 8,000, 10,000 രൂപ വരുന്ന വ്യത്യാസമല്ല അതിൻ്റെ അകത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ആ പാർട്ടുകളുടെ ഗുണമേന്മയാണ് അതിൻ്റെ വില വർധനവിന് കാരണമായി തീരുന്നത്. എന്ന് പറഞ്ഞ് വില കൂടിയ എല്ലാ സാധനങ്ങളും കൊള്ളാമോ എന്ന് ചോദിച്ചാൽ അത് കൊള്ളാമെന്ന് പറയാൻ ഞാനില്ല. കാര്യം നമ്മൾ തന്നെ അത് മനസ്സിലാക്കണം, നമുക്ക് എന്താണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ അങ്ങനെയുള്ള ടെക്നീഷ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇൻവേർട്ടർ സിസ്റ്റങ്ങൾ സ്ഥാപിക്കുവാൻ. കാര്യം ഞാനിത് എടുത്തു പറയാൻ കാരണം ഈയിടെയായിട്ട് ധാരാളം കംപ്ലയിൻസുകൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനി നമുക്ക് തരുന്ന വാറണ്ടി എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഒരു ഇൻവേർട്ടർ സ്ഥാപിച്ചാൽ ആജീവനാന്തം നമുക്കതിൻ്റെ ഫ്രീ സർവീസ് ലഭിക്കത്തില്ല. ആ സർവീസ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനി നമുക്ക് തരുന്ന ഒരു സർവീസാണ്. അത് ചിലപ്പോൾ 1 വർഷമായിട്ട് അവർ നിജപ്പെടുത്തിയേക്കാം. പക്ഷേ പ്രോഡക്റ്റിന് 2 വർഷം വാറണ്ടി ഉണ്ടാകും.
അതൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്താൽ കമ്പനിയുടെ ഒരു ടെക്നീഷ്യൻ വന്ന് ആ കേട് പരിഹരിച്ച് നമുക്ക് നൽകുന്നതിനുള്ള ടൈം എടുത്ത് മാത്രമേ അവർക്ക് ആ ഒരു വാറണ്ടിയും അതിന് റീപ്ലേസ്മെൻറ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആരും ധൃതി വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് ചെറിയ കാലവിളംബരം സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. ഈയിടെയായിട്ട് അങ്ങനെ ധാരാളം കംപ്ലൈൻറ്റുകൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത്. അതുപോലെ ഓൺ ഗ്രിഡ് ഇൻവേർട്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നവർ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇൻഷുറൻസ് പരിരക്ഷ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പലരും എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു, പലർക്കും ഞാൻ എടുത്തു കൊടുത്തിരുന്നു. ചിലർക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാര്യം തിരക്ക് കാരണം അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷുർ ചെയ്ത ഇൻവേർട്ടറുകളാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത വാറണ്ടിയിലുള്ള ഇൻവേർട്ടറുകളാണെങ്കിലും നമുക്ക് കമ്പനി 8-10 പ്രാവശ്യം വാറണ്ടിയിൽ അത് മാറിത്തരും എന്നൊരു മൂഢചിന്ത നമ്മളിൽ ഉണ്ടാകരുത്. കാര്യം കമ്പനി 1-2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യ പ്രാവശ്യം സാധാരണഗതിയിൽ ഈ ഓൺ ഗ്രിഡ് ഇൻവേർട്ടറുകൾ കേടാകുന്നത് ലൈറ്റ്നിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജിൻ്റെ പ്രശ്നം കാരണമാണ്. സർജിനാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ സർജ് മൂലമുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ ഒരു പ്രാവശ്യം വന്നാൽ കമ്പനി നമുക്ക് വാറണ്ടിയിൽ അത് റീപ്ലേസ് ചെയ്ത് തരും. തുടർന്നും അതേ പ്രശ്നം തന്നെ വരികയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വരുമ്പോഴേ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഇന്ന പ്രശ്നമുണ്ട്, അത് റെക്ടിഫിക്കേഷൻ ചെയ്യണം. അത് റെക്ടിഫിക്കേഷൻ ചെയ്യാത്തത് കാരണം തുടർന്നും അതേ പ്രശ്നം തന്നെയാണ് ആ ഇൻവേർട്ടറിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കമ്പനിക്കാരത് മാറിത്തരും എന്നൊരു ചിന്ത നമുക്ക് വേണ്ട. അവരെ നമുക്ക് മാറിത്തരത്തില്ല. അതേസമയം വേറൊരു പ്രശ്നം മൂലമാണ് ആ ഇൻവേർട്ടർ കേടാകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അത് നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്ത് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 1-2 പ്രശ്നങ്ങളാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണ ടിപ്പിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇന്ന് പ്രാവശ്യം ലൈറ്റിംഗ് ആണ്, ഓവർ വോൾട്ടേജ് കൊണ്ടാണ് ഒരു പ്രശ്നം സംഭവിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യവും അതുതന്നെയാണ് സംഭവിച്ചു കാണുന്നത് സാധാരണഗതിയിൽ. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളിൽ കമ്പനി നമുക്ക് വാറണ്ടി തരുന്നത് വളരെ ബുദ്ധിമുട്ടായിത്തീരും. അതിന് പിറകെ കേസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ നടത്തിയിട്ട് യാതൊരു വിധമായ പ്രയോജനവുമില്ല. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യം ഞാനിപ്പോൾ എടുത്തു പറയാൻ കാര്യം, ഇനി അങ്ങോട്ട് മഴയും ഇടിയും ഒക്കെ ഉള്ള സമയങ്ങളാണ്. നിങ്ങളുടെ ഇൻവേർട്ടറുകളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഏതെങ്കിലും ഇൻവേർട്ടറുകളിൽ അങ്ങനെ ഒരു പ്രാവശ്യം വാറണ്ടിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ഈ ഇടിമിന്നലുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള ഫാൾട്ട് വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ, അല്ലെങ്കിൽ ഈ ലൈറ്റ്നിങ് കാരണമാണ്, ഓവർ വോൾട്ടേജ് കാരണമാണ് ആ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർജ് പ്രൊട്ടക്ഷനൊക്കെ വെച്ച് അതിനെ പരിരക്ഷിക്കേണ്ട ചുമതല, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ ഉപഭോക്താവിനാണ് എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകരുത്. അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറുകളിൽ സാധാരണ ആൾക്കാർ പറഞ്ഞു വരുന്നത് ബാറ്ററിയിൽ നമ്മൾ മുടക്കുന്ന കാശ് അതൊരു ദുർവ്യയമായി പോകത്തില്ലേ, കാര്യം അത് 5 വർഷം കൂടുമ്പം 6 വർഷം കൂടുമ്പം മാറേണ്ടി വരത്തില്ലേ. പക്ഷേ ഇപ്പം അപ്ഡേറ്റഡായ ഇൻഫർമേഷനുകൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും, ഇപ്പം ഈ ട്യൂബക്കുലർ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് സന്തോഷകരമായ വാർത്തകളാണ്. ഒരു 1.5 വർഷത്തിനുള്ളിൽ ഈ ട്യൂബുലാർ ബാറ്ററി എങ്ങനെ നമുക്ക് സുപരിചിതമായോ അതേ രീതിയിൽ നമ്മളുടെ ഇടയിൽ ലിഥിയം അയൺ ബാറ്ററി, ഏറ്റവും അത്യാധുനികമായ ടെക്നോളജിയോട് കൂടിയ ലിഥിയം അയൺ ബാറ്ററികൾ മാർക്കറ്റിൽ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് 1-2 വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള ബാറ്ററികൾ പൊതുവിൽ ഒരു സർവ്വസാധാരണമായി തീരുകയും ആ ബാറ്ററി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. കാര്യം ഞാൻ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറുകളെയാണ്. കാര്യം ഞാൻ ഓൺ ഗ്രിഡ് ഇൻവേർട്ടറുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നല്ല, ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറുകളാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് അത് ശരിയായ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാടെ അതിനകത്ത് ഡീമെറിറ്റായിട്ട് പറയാൻ പറ്റുന്നത് ഈ ബാറ്ററിയുടെ ഈ ഒരു ഉപയോഗത്തിൽ വരുന്ന ആ ഒരു കാലത്തിൻ്റെ സമയത്തിൻ്റെ ആ ഒരു ഇത് മാത്രമാണ്. അങ്ങനെ നമ്മൾ 5 വർഷമോ 6 വർഷമോ കൂടുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ആ ഒരൊറ്റ ബ്ലാക്ക് മാർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നഷ്ടമാകാത്ത രീതിയിൽ നമുക്കത് ഉപകാരപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തുടർന്നുള്ള വീഡിയോകളിൽ സോളാർ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ഒരു ലോങ് ക്യാപ്പ് വന്നത് എല്ലാവരും ക്ഷമിക്കുക. സോളാർ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പഴയ പ്രേക്ഷകരെല്ലാം തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ലതിന് ആശംസിക്കുന്നു. നമസ്കാരം.